Hello guys and welcome back to Best Car Picks. Maruti Suzuki അവരുടെ പുതിയ ജനറേഷൻ ഡിസയർ അൺവെയിൽ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. പക്ഷേ എന്നാൽ അപ്പം നമ്മളാരും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ഈ വാഹനത്തിന് ക്രാഷ് ടെസ്റ്റ് റിസൾട്ട് വരും എന്നുള്ളത്. ഭാരത് NCAP ഇതിന് മുന്നേ ഫ്രോങ്സും ഗ്രാൻഡ് വിറ്റാരയും ബലനും ഒക്കെ ടെസ്റ്റിന് എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പം ഒരു വർഷത്തിനടുത്തായി. പക്ഷേ അതിന് ടെസ്റ്റ് റിസൾട്ട് പുറത്തു വന്നിട്ടില്ല. പക്ഷേ അതിന് മുന്നേ നമ്മുടെ ഗ്ലോബൽ NCAP പുതിയ ജനറേഷൻ ഡിസയറിൻ്റെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ ഞാൻ കൺഫേം ചെയ്തേക്കാം, നിങ്ങളിനിപ്പോൾ ഇത് യൂറോപ്യൻ സ്പെക് ഡിസയർ ആണ് അല്ലെങ്കിൽ ജപ്പാൻ സ്പെക് ഡിസയർ ആണ് എന്നൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴേക്ക് നോക്കിയാൽ മതി. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഓക്കെ, ശരി, സമ്മതിച്ചു. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തവർ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ടെസ്റ്റ് വാലിഡ് ഫോർ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് കൂടി അവർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇന്ത്യക്ക് വേണ്ടിയുള്ള വണ്ടി തന്നെയാണ്. പിന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജപ്പാനിലും യൂറോപ്പിലും ഒന്നും അവർ ഡിസയർ കൊടുക്കുന്നില്ല, ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് മാത്രമേ ഉള്ളൂ. ഇനി ഇത്രയൊക്കെ പറഞ്ഞ് ക്ലാരിഫൈ ചെയ്യാനുള്ള റീസൺ എന്താണെന്നുള്ളത് ഇതിൻ്റെ ഒരു ചാർട്ട് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് ഡിസയറിന് കിട്ടിയിരിക്കുന്നത്. അതേ, കേട്ടത് വളരെ ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടിയാണെന്നുള്ളത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചത്. നമുക്ക് അഡൽട്ട് സേഫ്റ്റിയിലാണ് ഇതിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത്. ചൈൽഡ് സേഫ്റ്റിയുടെ കേസർക്കാണെങ്കിലും ഒട്ടും മോശമല്ല, 4 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് കിട്ടിയിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടാണ് എന്ന് പറയാം. ഞാൻ സ്വിഫ്റ്റിനും ഡിസയറിനൊന്നും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഗ്രാൻഡ് വിറ്റാരയ്ക്കും അതുപോലെ ഈ വന്ന പുതിയ പ്രസാദ് തുടങ്ങിയ വാഹനങ്ങൾക്കൊക്കെ 5 സ്റ്റാർ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു. 5 or 4 ആണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 5 കിട്ടുമെന്നുള്ള എന്തോ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഡിസയർ സ്വിഫ്റ്റ് അത്തരത്തിലുള്ള, അതായത് ഇവരുടെ ഹാർടെക് പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടികൾ നമ്മുടെ ഈ ഗ്ലോബൽ NCAPൻ്റെ ക്രാഷ് ടെസ്റ്റിൽ മിക്കവാറും ഒരു 4 സ്റ്റാർ ആ ഒരു റേഞ്ചിലൊക്കെ വരും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ മൊത്തമായിട്ട് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഡിസയറിൻ്റെ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് പുറത്തു വന്നിരിക്കുന്നത്. ആൻഡ് ഇനിയിപ്പോൾ പണി കിട്ടാൻ പോകുന്ന ചില കമ്പനികളുണ്ട്. നമ്മുടെ ടാറ്റയൊക്കെ അവർ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്തിരുന്ന സേഫ്റ്റിയാണ് 5 സ്റ്റാർ സേഫ്റ്റി, ബിൽഡ് ക്വാളിറ്റി. അങ്ങനത്തെ ബിൽഡ് ക്വാളിറ്റി മീൻസ് ജസ്റ്റ് ആ ഒരു എക്സ്റ്റീരിയർ മെറ്റലിൻ്റെ ക്വാളിറ്റി തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ് അവർ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഏത് അഡ്വർടൈസ്മെൻറ്റ് എടുത്ത് നോക്കിയാലും നമുക്ക് അവരുടെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ടിൻ്റെ ഒരു ഇത് കാണാം. പക്ഷേ എന്നാൽ ഇനിയിപ്പം മാരുതി സുസുക്കിയുടെ ഏറ്റവും വലിയ വീക്കസ്റ്റ് പോയിൻ്റായ സേഫ്റ്റി എന്ന് പറയുന്ന സംഭവം കൂടെ അവർ അഡ്രസ്സ് ചെയ്ത സ്ഥിതിക്ക് ടാറ്റ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം ടാറ്റയുടെ വണ്ടികളിൽ മാനുഫാക്ചറിങ് ഡിഫക്ട്സ് നമ്മൾ പലപ്പോഴായിട്ടും കാണാറുണ്ട്. ഇവരുടെ വണ്ടികളിൽ ആ ഒരു സംഭവം അങ്ങനെ അധികം കാണാറില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈസി ആയിട്ട് അവരത് റീപ്ലേസ് ചെയ്തോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ശരിയാക്കി കൊടുക്കുകയും ചെയ്യും. അതാണ് മാരുതി സുസുക്കി ഇത്രയധികം ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുന്നതും എല്ലാ മാസവും 1.5 ലക്ഷം വണ്ടികളുടെ അടുത്ത് അവർ വിൽക്കുന്നത്. എന്തായാലും നമുക്കതിൻ്റെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അഡൽട്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ 31.24 പോയിൻറ്റ്സ് ആണ് ഈ വാഹനത്തിന് കിട്ടിയിരിക്കുന്നത്. ചൈൽഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ 39.2 പോയിൻറ്റ്സ് ആണ് ഔട്ട് ഓഫ് 49 ഈ വാഹനത്തിന് കിട്ടിയിരിക്കുന്നത്. അഡൽട്ട് സേഫ്റ്റി ഔട്ട് ഓഫ് 34 അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് 4 സ്റ്റാറും അതുപോലെ 5 സ്റ്റാറും ഈ വാഹനത്തിന് ചൈൽഡ് സേഫ്റ്റിയിലും അഡൽട്ട് സേഫ്റ്റിയിലായിട്ട് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് ആയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള ഓവറോൾ പ്രൊട്ടക്ഷൻ്റെ കേസിൽ ബൈ ദ വേ ഈ വാഹനത്തിൻ്റെ ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി അവർ സ്റ്റേബിൾ ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, അൺസ്റ്റേബിൾ അല്ല. അതിപ്പം ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇതിന് മുന്നേ ടെസ്റ്റ് ചെയ്ത ഹ്യുണ്ടായുടെ വെർണയൊക്കെ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയെങ്കിൽ പോലും ആ വാഹനത്തിൻ്റെ ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി അൺസ്റ്റേബിൾ ആയിരുന്നു. പക്ഷേ ഈ വണ്ടി അത് സ്റ്റേബിൾ ആണ്. പിന്നെ മൊത്തത്തിലുള്ള ഒരു സ്പ്ലിറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഓഫ്സെറ്റ് ഡിഫോമബിൾ ബാരിയർ ടെസ്റ്റിൽ 13.239 പോയിൻറ്റ്സ് ആണ് ഈ വാഹനത്തിന് ലഭിച്ചത്. അതായത് നമുക്ക് ഡ്രൈവർ സൈഡിൻ്റെ ചെസ്റ്റിൻ്റെ പ്രൊട്ടക്ഷൻ മാർജിനിൽ മാത്രമാണ് വരുന്നുള്ളൂ. പക്ഷേ ഹെഡും അതുപോലെ താഴത്തെ പോർഷനൊക്കെ നോക്കുകയാണെങ്കിൽ അത് ഗുഡ് പ്രൊട്ടക്ഷനും അതുപോലെ അഡ്വക്കേറ്റ് പ്രൊട്ടക്ഷനും ഒക്കെ ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ കോ പാസഞ്ചർ സീറ്റ് എടുക്കുകയാണെങ്കിൽ ഗുഡും അതുപോലെ അഡ്വക്കേറ്റ് പ്രൊട്ടക്ഷനും അവിടെ വരുന്നുണ്ട്. ഇനി സൈഡ് മൂവബിൾ ഡിഫോമബിൾ ബാരിയർ ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ മൊത്തം പച്ചയാണ്. അതായത് കംപ്ലീറ്റ്ലി ഗുഡ് ആയിട്ടുള്ളൊരു റേറ്റിംഗ് ആണ് ഈ വാഹനത്തിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 16 ഔട്ട് ഓഫ് 16 പോയിൻറ്റ്സ് ഈ വാഹനത്തിന് അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ് പോൾ ടെസ്റ്റ് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു ചെസ്റ്റിൻ്റെ പോർഷനൊക്കെ നോക്കുകയാണെങ്കിൽ മാർജിനൽ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. പക്ഷെ എന്നാൽ പോലും അതിൽ ഓക്കെ എന്ന് പറഞ്ഞ റേറ്റിംഗ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ 2 പോയിൻറ്റ്സ് ആയിരിക്കും അതിന് കിട്ടുന്നത്. ഇങ്ങനെ ടോട്ടൽ ചെയ്യുന്നതിന് ശേഷമാണ് 31.24 പോയിൻറ്റ്സിലേക്ക് ഈ വാഹനത്തിൻ്റെ അഡൽട്ട് സേഫ്റ്റിയുടെ റേറ്റിംഗ് എത്തിയത്. ഇനി ചൈൽഡ് സേഫ്റ്റിയുടെ ഒരു സ്പ്ലിറ്റപ്പ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡൈനാമിക് സ്കോർ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 24 22.2 ആണ് ഈ വാഹനത്തിന് ലഭിച്ചിരിക്കുന്നത്. CRS ഇൻസ്റ്റലേഷൻ, അതായത് ചൈൽഡ് റിസ്ട്രെയിൻ സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റലേഷന് 12 ഔട്ട് ഓഫ് 12 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതിനൊന്നും പോയിട്ടില്ല. വെഹിക്കിൾ അസസ്മെൻറ്റിലാണ് ഈ വാഹനത്തിന് ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് പോയിരിക്കുന്നത്. ഔട്ട് ഓഫ് 13 5 മാത്രമേ ഇതിന് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്തതിന് ശേഷമാണ് 39.2 പോയിൻറ്റ്സ് ആയിരിക്കുന്നത് ആൻഡ് 4 സ്റ്റാർ റേറ്റിംഗ് ആയിരിക്കുന്നത്. പക്ഷേ 4 സ്റ്റാറും മോശമൊന്നും അല്ല. ചൈൽഡ് സേഫ്റ്റിയുടെ കാര്യത്തിലും അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ് ഈ വാഹനം ഓഫർ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ കിട്ടുന്ന ഈ പുതിയ ജനറേഷൻ ഡിസയറിൽ അവർ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം സ്റ്റാൻഡേർഡ് ആണ്. അതൊക്കെ ഈ ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു സേഫ്റ്റി സിസ്റ്റമാണ്. അതുപോലെ തന്നെ 6 എയർ ബാഗ്സ് അതും സ്റ്റാൻഡേർഡ് ആണ്. എഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സേഫ്റ്റി ഫീച്ചറാണ് ക്രാഷ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത്. കാരണം അതില്ലെങ്കിൽ ഒരു സൈഡ് പോൾ ടെസ്റ്റ് കണ്ടക്ട് തന്നെ ചെയ്യില്ല. അതിൽ 2 മാർക്ക് പോകും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് എന്തായാലും കിട്ടില്ല സൈഡ് പോൾ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ ESP ടെസ്റ്റ് ചെയ്യുന്ന സംവിധാനം ഈ വാഹനത്തിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ പെഡസ്ട്രിയൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലുള്ള ടെസ്റ്റുകളും അവർ ഈ വാഹനത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലെല്ലാത്തിലും നല്ല രീതിയിൽ തന്നെ നമ്മുടെ പുതിയ ജനറേഷൻ ഡിസയർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയും കാലം ഇല്ലാണ്ട് മാരുതി സുസുക്കിയുടെ ഒരു വാഹനത്തിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇത് ഇവർ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്ന സ്പോൺസേർഡ് ക്രാഷ് ടെസ്റ്റാണ് ഗ്ലോബൽ NCAPന്. ആൻഡ് ഈ ഗ്ലോബൽ NCAPൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടണമെങ്കിൽ നമുക്ക് സ്പോൺസേർഡ് ക്രാഷ് ടെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ സുസുക്കി കുറ്റം പറയുന്നല്ല, ഒട്ടുമിക്ക എല്ലാ കമ്പനികളും 5 സ്റ്റാർ റേറ്റിംഗ് വാങ്ങുന്നത് സ്പോൺസേർഡ് ക്രാഷ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അത് ഗ്ലോബൽ NCAPൻ്റെ പ്രശ്നമാണ്. കാരണം അതിനകത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സൈഡ് പോൾ ടെസ്റ്റ്, അതുപോലെ ബാക്കിയുള്ള ഇപ്പോൾ നമ്മുടെ ESPയുടെ ടെസ്റ്റ്, പിന്നെ പെഡസ്ട്രിയൻ പ്രൊട്ടക്ഷൻ ടെസ്റ്റ്, ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ അവർ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പോൺസേർഡ് ക്രാഷ് ടെസ്റ്റ് ആയിരിക്കണം. അവർ തന്നെ വണ്ടി എടുത്ത് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും 3 സ്റ്റാർ വരെയൊക്കെ കിട്ടുള്ളൂ. കാരണം ആ 3 സ്റ്റാറിന് വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സും അതുപോലെ അത്രയും ടെസ്റ്റുകളെ അവർ പെർഫോം ചെയ്യുള്ളൂ. അതിന് മുകളിലേക്ക് അവർ ചെയ്യില്ല. ആൻഡ് അവർ റാൻഡമായിട്ട് വണ്ടി എടുത്തായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല വണ്ടികൾക്കും ചില സമയത്ത് വളരെ മോശം സ്കോറുകളൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷേ മാനുഫാക്ചറായിട്ട് വണ്ടി കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്കോർ കിട്ടുകയും ചെയ്യും. കാരണം അപ്പോൾ അവർ മര്യാദയ്ക്ക് ടെസ്റ്റ് ചെയ്യും. അതാണ് ആദ്യത്തെ കാര്യം. അതുപോലെ എല്ലാ കാര്യങ്ങളും അവർ ടെസ്റ്റ് ചെയ്യും. അല്ലാണ്ട് ചില കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് അതവിടെ വെച്ചിട്ട് പോകില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ കുറ്റം പറഞ്ഞതല്ല, സുസുക്കിക്ക് അവർ സ്പോൺസേർഡ് ക്രാഷ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് 5 സ്റ്റാർ കിട്ടിയെന്നല്ല. വണ്ടി ഡെഫിനറ്റ്ലി കേപ്പബിൾ ആയതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ക്രാഷ് ടെസ്റ്റിന് വിട്ടത്. അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ NCAPും മാരുതി സുസുക്കിയും തമ്മിലുള്ളൊരു ബന്ധം അത്ര നല്ലതല്ലായിരുന്നു. ഏത് വണ്ടി എടുത്താലും 0 സ്റ്റാർ, 1 സ്റ്റാർ, 2 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് ഗ്ലോബൽ NCAP തന്നെ എപ്പോഴും നമ്മുടെ സുസുക്കി കളിയാക്കുന്നൊരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ കേസിൽ അത് അവർ മൊത്തമായിട്ട് മാറ്റി. അതുകൊണ്ട് തന്നെ ഇവരുടെ ബാക്കിയുള്ള വാഹനങ്ങളിലേക്കും നമുക്കൊരു പരിധി വരെ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പുതിയ ജനറേഷൻ സ്വിഫ്റ്റ്, എസെൻഷ്യലി സ്വിഫ്റ്റ് തന്നെയാണ് ഈ ഡിസയർ. അതിൻ്റെ അകത്ത് അവരങ്ങനെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഡിസൈനിൻ്റെ കാര്യത്തിൽ എക്സ്റ്റീരിയറിൽ മാറ്റങ്ങളുണ്ടെങ്കിലും പ്ലാറ്റ്ഫോം തുടങ്ങിയ കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി സെയിം ആണ്. ആൻഡ് വണ്ടിയുടെ ഒരു ബേസിക് ഡെവലപ്മെൻറ്റും ഏകദേശം സെയിം ആണ്. എക്സ്റ്റീരിയർ അവർ റീഡിസൈൻ ചെയ്തതേ ഉള്ളൂ. പക്ഷേ എന്തായാലും ഇനിയിപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രോങ്സിൻ്റെയും അതുപോലെ ബലേനോ, ഗ്രാൻഡ് വിറ്റാര തുടങ്ങിയ വാഹനങ്ങളിലേക്ക് ക്രാഷ് റിസൾട്ടും കൂടെ വരികയാണെങ്കിൽ മൊത്തമായിട്ട് ആൾക്കാർക്കൊരു വിശ്വാസം വന്നേനെ. കാരണം ഇതിപ്പോൾ ഒറ്റ വണ്ടി മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോഴും ചിലപ്പോൾ അവർ പറയും ഈ വണ്ടി ടെസ്റ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ചിലപ്പോൾ അത് നല്ലതായിരിക്കില്ല എന്നൊക്കെ. പക്ഷെ എന്തായാലും ഈ വാഹനത്തിൻ്റെ കേസ്, ഡിസയറിൻ്റെ കേസിൽ ഇനിയിപ്പോൾ ആർക്കൊന്നും ചോദിക്കാനില്ല. സ്വിഫ്റ്റിൻ്റെ കേസിലും പ്രത്യേകിച്ചും ചോദിക്കാനില്ല. പുതിയ ജനറേഷൻ വണ്ടികൾ കംപ്ലീറ്റ്ലി സേഫാണ്. ഇനി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് വേറൊരു ഫാക്റ്റും കൂടെ ഞാൻ പറയാം. നമ്മളിപ്പോൾ ഫോക്സ് വാഗൻ്റെ വാഹനങ്ങൾ വളരെ സേഫായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വണ്ടികളാണ്. ആൻഡ് ബെർട്ടസൊക്കെ അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു C സെഗ്മെൻറ്റ് സെഡാനാണ്. ഈ വണ്ടി സപ്പോമീറ്റർ സെഡാനാണ്. ഞാൻ രണ്ടും കൂടെ തമ്മിൽ കമ്പയർ ചെയ്യല്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ ബെർട്ടസിൻ്റെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ടിൽ അതിൻ്റെ അഡൽട്ട് സേഫ്റ്റിയുടെ പോയിന്റ് എടുക്കുകയാണെങ്കിൽ 29.71 പോയിൻറ്റ്സ് ആണ് ആ ഒരു വാഹനത്തിന് ഔട്ട് ഓഫ് 34 ലഭിച്ചത്. ഈ വണ്ടിക്ക് കിട്ടിയ പോയിന്റ് 31.24 ആണ്. അതായത് ബെർട്ടസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോലും പോയിൻറ്റ്സിൻ്റെ കേസിൽ ഈ വണ്ടി 1.5 പോയിൻറ്റോളം മുന്നിലാണ് നിൽക്കുന്നത്. പക്ഷേ വേറൊരു കേസുണ്ട്. മറ്റേ വണ്ടിക്ക് ചൈൽഡ് സേഫ്റ്റി 5 സ്റ്റാർ ആണ്, അതിന് 42 പോയിൻറ്റ്സും ഉണ്ട്. അതെന്തായാലും ഡിസയറിന് കുറവാണ്. പക്ഷെ നമുക്ക് സെഗ്മെൻറ്റ് വൈസ് എന്തായാലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ആ ഒരു സേഫ്റ്റിയുടെ പോയിൻറ്റ്സ് വെച്ചുള്ളൊരു കമ്പാരിസൺ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഈ ഡിസയറിൻ്റെ സേഫ്റ്റി റേറ്റിങ്ങിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയാം. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഇത് ജെന്യൂൻ ആണോ, വാലിഡ് ആണോ, നിങ്ങളിപ്പോഴും ഇത് വിശ്വസിക്കുന്നില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.